രാത്രി നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മഹാപുരോഹിതന്റെ അവസാന വസ്ത്രത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. അതിനാധാരമായിട്ട് എക്സോഡസ് ചാപ്റ്റർ 39 വേഴ്സ് 28 to 31, പുറപ്പാട് പുസ്തകം 39 അധ്യായം 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി വായിച്ചാണ്. പുറപ്പാട് പുസ്തകം 39 അധ്യായം 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. 28 അധ്യായം 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങളുടെ ചാപ്റ്റർ 28 വേഴ്സ് നമ്പർ 36 to 38, 36 മുതൽ 38 വരെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കുവാൻ പോകുന്ന വിഷയമാണ് മുടി. അതോടൊപ്പം തന്നെ പൊൻപട്ടം, മുടി, ടർബൻ ആൻഡ് ക്രൗൺ. ഓക്കെ, ഇന്ന് രാത്രിയിൽ നമ്മൾ മുടിയിലേക്ക് കടക്കുവാൻ പോകുകയാണ്. തലയിൽ ഒരു കവറിങ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. നമ്മൾ പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, ദൈവികമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം പുരോഹിതനെ ആക്കി വെച്ചിരിക്കുമ്പോൾ, പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി പുരോഹിതനകത്തേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് താൻ ധരിക്കേണ്ടതായിരിക്കുന്ന വസ്ത്രമാണ് തലയിൽ ഒരു തലപ്പാവ്, അതോടൊപ്പം തന്നെ ഒരു പൊൻപട്ടം. എന്നാൽ സാധാരണപ്പെട്ട പുരോഹിതന്മാർക്ക് തലപ്പാവ് മാത്രമേ ഉള്ളൂ, തലയിലെ ഒരു തൊപ്പി മാത്രമേ ഉള്ളൂ. എന്നാൽ മഹാപുരോഹിതന് മാത്രമാണ് ഒരു ക്രൗൺ, ഒരു കിരീടം ഉള്ളത്. അപ്പോൾ തലയിൽ ഒരു തൊപ്പി വെച്ച് ആ തൊപ്പി തൻ്റെ നെറ്റിയുടെ ഭാഗം ഫ്രീ ആയിട്ട് വെച്ചിട്ട് ഈ നെറ്റിയുടെ ഭാഗത്താണ് ഒരു പൊൻപട്ടം വെച്ചിരിക്കുന്നത്. ആ പൊൻപട്ടം എങ്ങനെ വെച്ചിരിക്കുന്നു? നീല ചരട് കൊണ്ട് കെട്ടി അത് വെച്ചിരിക്കുകയാണ്. ഈ പൊൻപട്ടത്തിൽ ഒരു എഴുത്തുണ്ട്, യഹോവയ്ക്ക് വിശുദ്ധം എന്നുള്ള എഴുത്തുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ടർബൻ, എന്തുകൊണ്ടാണ് ഈ തലപ്പാവ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്? ഒരു വാക്യത്തിലേക്ക് വായിച്ചാട്ട്, ഒരു വാക്യം ഒന്ന് വായിച്ചാട്ട്. 39 അധ്യായം 28 വാക്യം വേഴ്സ് 28. പഞ്ഞിനൂൽ കൊണ്ട് നെയ്ത്ത് പണിയായ അങ്കിയും പഞ്ഞിനൂൽ കൊണ്ട് മുടിയും. അപ്പോൾ ഈ മുടി എന്തുകൊണ്ടാണ് ഉണ്ടാക്കേണ്ടത്? അവിടെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, പഞ്ഞിനൂൽ കൊണ്ടായിരിക്കണം. അപ്പോൾ പഞ്ഞിനൂൽ കൊണ്ടുള്ള ഒരു തൊപ്പി, അതാണ് മുടി എന്ന് പറയുന്നത്. അപ്പോൾ പഞ്ഞിനൂൽ കൊണ്ടുള്ള ഒരു തൊപ്പി പുരോഹിതൻ ധരിക്കുവാനായിട്ട് കൽപ്പന കൊടുക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയമുണ്ട്. എന്തിനാണ് ഈ തൊപ്പി വെക്കുവാൻ ദൈവം കൽപ്പന കൊടുത്തത്? വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വായിച്ചോട്ട് 1 കൊരിന്ത്യർ ലേഖനം 11 അധ്യായം, 1 Corinthians chapter 11. 1 കൊരിന്ത്യർ ലേഖനം 11 അധ്യായം അതിൻ്റെ 10 വാക്യത്തിലേക്ക് കടന്നു വന്നാട്ട്. അതിൻ്റെ 4 വാക്യം വേഴ്സ് 4. മൂടുപടമിട്ട് പ്രാർത്ഥിക്കുകയോ ഏത് പുരുഷനും തൻ്റെ തലയെ അപമാനിക്കുന്ന, ശ്രദ്ധിച്ച് നിങ്ങൾ രാത്രി ക്ലാസ് മനസ്സിലാക്കണം. മൂടുപടമിട്ട് പ്രാർത്ഥിക്കുന്ന ഏത് പുരുഷനും തൻ്റെ തലയെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ, തലയിൽ തുണിയിട്ടുകൊണ്ട് അല്ലെങ്കിൽ തല മൂടിക്കൊണ്ട് ആരെങ്കിലും ശുശ്രൂഷ ചെയ്താൽ ആരെങ്കിലും പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ അവർ എന്ത് ചെയ്യുക? അവരുടെ തലയെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ, ദൈവം ആഗ്രഹിച്ചൊരു വിഷയമാണ് പുരുഷൻ തലയിൽ തുണിയിട്ടുകൊണ്ടല്ല ദൈവസന്നിധിയിൽ കടന്നു ചെല്ലേണ്ടത്. പിന്നെയോ അവൻ തലയിൽ തുണിയിടാതെ കടന്നു ചെല്ലണം. എന്നാൽ സ്ത്രീ തലയിൽ തുണിയിട്ടുകൊണ്ട് കടന്നു വരുന്നത്. ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നു വരുന്നതായിരിക്കും. ഇവിടെ എന്താണ് ഇങ്ങനെ ഒരു നിയമം ദൈവം വെച്ചിട്ട് മഹാപുരോഹിതന്റെ കാര്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം പുരോഹിതനോട് പറഞ്ഞൊരു കാര്യമാണ്, നിന്റെ തലയിൽ എന്തുണ്ടായിരിക്കണം? ഒരു പട്ടമുണ്ടായിരിക്കും, ഒരു മുടി ഉണ്ടായിരിക്കണം, അഥവാ ഒരു തൊപ്പി നിന്റെ തലയിൽ ഉണ്ടായിരിക്കും. ദൈവം വെച്ച വ്യവസ്ഥ, ദൈവം തന്നെ വ്യതിചലിപ്പിക്കുക, ദൈവം തന്നെ മാറ്റുക. ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, ഏത് പുരുഷനും ദൈവസന്നിധാനത്തിൽ കടന്നു വന്ന് ശുശ്രൂഷ ചെയ്യുമ്പോൾ അവൻ തല മൂടിയിട്ടാണ് വരുന്നതെങ്കിൽ അവൻ്റെ തലയെ അപമാനിക്കുക. എന്നാൽ ഇവിടെ ദൈവം വെച്ച വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് പുരോഹിതൻ തലയിൽ തുണിയിട്ടുകൊണ്ടാണോ ഇവിടെ കടന്നു വരേണ്ടത്? ദൈവസന്നിധിയിലേക്ക് കടന്നു
വരേണ്ടത്. എന്തുകൊണ്ട് പുരോഹിതൻ തലയിൽ തുണിയിട്ടുകൊണ്ട് ദൈവസന്നിധാനത്തിലേക്ക് കടന്നു വരുന്നു? എന്താണ് തലയിൽ തുണിയിടുക എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ കാണുവാൻ സാധിക്കുന്നത്? വായിച്ചോട്ട് അതിന്റെ 10-ാമത്തെ വാക്യം. 1 Corinthians chapter 11 verse 10. 1 Corinthians 11:10. ഇവിടെ സ്ത്രീകളെ കുറിച്ച് പറയുകയാണ്. സ്ത്രീകൾക്ക് ദൂതന്മാർ മുഖാന്തരം അവരുടെ തലമേൽ എന്തുണ്ടാകണം? അധീനതാ ലക്ഷ്യം ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ സബ്മിഷനെ വെളിപ്പെടുത്തുന്നതാണ് ഏതാ? തലയില് മുടി. അഥവാ പ്രത്യേകിച്ച് തലയിൽ വെക്കുന്ന ആർക്ക് തൊപ്പി, തൻ്റെ തലയിലെ കവറിങ് ഒരു കാര്യമാ വെളിപ്പെടുത്തി. മറ്റാർക്കോ ഞാനോ കീഴ്പ്പെട്ടിരിക്കുന്നു, മറ്റാർക്കോ ഞാനോ സബ്മിസീവാണോ, അഥവാ ഞാനല്ല ബോസ്, പിന്നെ എന്നെ നയിക്കുന്ന അല്ലെങ്കിൽ എന്നെ ഭരിക്കുന്ന മറ്റാരോ ഉണ്ടെന്ന് അത് വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ തലയിൽ തുണിയിടുന്നത് കൊണ്ട് അവരുടെ സബ്മിഷനെയാണ് വെളിപ്പെടുത്തുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സബ്മിഷൻ എന്തിലേക്ക് നടത്തുന്നു? ഒരു വാക്യം കൂടെ വായിച്ചോട്ട്. സക്കറിയ ചാപ്റ്റർ 3 വേഴ്സ് 5. സക്കറിയ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. സക്കറിയാവ് 3:5. അവന്റെ തലയിൽ വെടിപ്പുള്ള ഒരു മുടി വെക്കണം. നിങ്ങൾക്കറിയാം ഏത് വിഷയത്തിലാണ് ഇവിടെ ദൈവം കൽപ്പിക്കുന്നത്? യോശുവ എന്നുള്ള മഹാപുരോഹിതൻ ഏത് സമയത്തിലോ ബാബിലോൺ സാമ്രാജ്യ അടിമത്വത്തിന്റെ കാലത്ത് ഇസ്രായേൽ ഉണ്ടായിരുന്ന ഒരു മഹാപുരോഹിതന്റെ പേരാണ് യോശുവ. ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നടത്തിക്കൊണ്ടുവന്ന യോശുവ എന്ന ലീഡർ അല്ല ഇത്. പിന്നെയോ അന്നത്തെ ബാബിലോൺ സാമ്രാജ്യം ഇവരെ കീഴ്പ്പെടുത്തുന്ന സമയത്ത് അന്ന് ഇസ്രായേലില് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന യോശുവ എന്നുള്ള മഹാപുരോഹിതൻ. ഈ യോശുവ എന്നുള്ള മഹാപുരോഹിതൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് നിൽക്കുന്ന കാഴ്ച കണ്ടപ്പോൾ ദൈവം ഇവിടെ കൽപ്പിക്കുകയാണ്, അവൻ എന്ത് കൊടുക്കട്ടെ? അവന്റെ വസ്ത്രം മാറ്റാൻ പറഞ്ഞിട്ട് പറയുകയാണ്, വെടിപ്പുള്ള മുടി അവന്റെ തലയിൽ വെക്കട്ടെ. എന്താണ് ഈ വെടിപ്പുള്ള മുടി അവന്റെ തലയിൽ വെക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അവന്റെ അധികാരത്തെ അവിടെ വെളിപ്പെടുത്തുകയാണ്. ദി അതോറിറ്റി അവിടെ വെളിപ്പെടുത്തുകയാണ്. ഈ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം, ഈ 2 വാക്കുകൾ ഒരുമിച്ച് നിൽക്കുന്നു. ശ്രദ്ധിച്ചോണം ഞാൻ പറഞ്ഞ വേർഡ്. 1 സബ്മിഷൻ, 2 അതോറിറ്റി. ഈ 2 കാര്യങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ എന്താണ് ഇത് തമ്മിലുള്ള ബന്ധം? ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 5-ാമത്തെ വാക്യം 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്താട്ട് 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടോ. മാത്യു ചാപ്റ്റർ 8 വേഴ്സ് 5 to 10. ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ട മനുഷ്യനാകുന്നു. താഴെ എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഈ ശതാധിപൻ പറഞ്ഞ 2 കാര്യങ്ങൾ, ഇത് രണ്ടും നമുക്ക് ഇപ്പോഴത്തെ ചിന്തയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ശതാധിപൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനും ആരായിരിക്കുന്നു? അധികാരത്തിന് കീഴ്പ്പെട്ട മനുഷ്യരാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ മുകളിൽ ആരുണ്ട്? അധികാരിയുണ്ട്. അപ്പോൾ ഞാൻ ഒരു സബ്മിസീവാണ്. ആർക്ക് ഞാൻ സബ്മിസീവാണ്? എൻ്റെ അധികാരിക്ക് ഞാൻ സബ്മിസീവാണ്. എന്നിട്ട് നെക്സ്റ്റ് വേർഡ് താൻ പറയുന്നത്, ഞാൻ ഒരാളോട് പോക എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു, വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു. എന്തിനെ വെളിപ്പെടുത്തുന്നു? തൻ്റെ അതോറിറ്റിയെ വെളിപ്പെടുത്തുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഒന്ന് താൻ സബ്മിസീവാന്ന് പറഞ്ഞിട്ട് രണ്ടാമത് തനിക്ക് അധികാരമുണ്ടെന്ന് അവിടെ വെളിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുകൊണ്ട് ശതാധിപൻ ഈ അധികാരം വെളിപ്പെടുത്തുന്നു? അധികാരം വെളിപ്പെടുത്തുവാനുള്ള കാരണമെന്ന് പറയുന്നത് അവൻ അധികാരത്തിന് കീഴ്പ്പെട്ടവനായതുകൊണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, സബ്മിസീവ് ആയിരിക്കാത്തിടത്തോളം കാലം, അധികാരത്തിന് കീഴ്പ്പെടാതിരിക്കുന്നിടത്തോളം കാലം അധികാരം ഓപ്പറേറ്റ് ചെയ്യുവാൻ സാധ്യമല്ല. നോട്ട് ചെയ്തു. അധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കാത്തിടത്തോളം കാലം അധികാരം ഓപ്പറേറ്റ് ചെയ്യുവാൻ സാധ്യമല്ല. അപ്പോൾ അധികാരത്തിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആരായിരിക്കണം? അധികാരത്തിനോ കീഴ്പ്പെട്ടവനായിരിക്കണം. കർത്താവായ യേശു പറഞ്ഞു, സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു. അപ്പോൾ കർത്താവായ യേശു പറഞ്ഞൊരു വേർഡ്, നിങ്ങൾ പുറപ്പെടുവാൻ പറഞ്ഞു. നിങ്ങൾ പുറപ്പെടണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾക്ക് ആദ്യം യേശുവാകുന്ന അധികാരിക്ക് നിങ്ങൾ
കീഴ്പ്പെട്ടിരിക്കണം. അപ്പോൾ ഒരു സബ്മിസീവ് ഇല്ലാതെ ഏത് വരത്തില്ല, അതോറിറ്റി വെളിപ്പെടുകയില്ല. നിങ്ങൾ മനസ്സിലാക്കണം, എവിടെയും ഉള്ള വിഷയമാണ്, ഏതിലും ഉള്ള വിഷയമാണ്. ഒരു അതോറിറ്റി വെളിപ്പെടുത്തണമെങ്കിൽ അതിന് മുൻപിൽ ഒരു സബ്മിഷൻ ആവശ്യമാണ്. ഇവിടെ ഒരു കർത്താവ് ദൈവം പുരോഹിതനെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ പുരോഹിതൻ തന്റെ തലയിൽ ഒരു മുടി വെക്കുവാൻ, ഒരു തൊപ്പി വെക്കുവാൻ ദൈവം കൽപ്പിച്ചപ്പോൾ അതിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളെ വെളിപ്പെടുത്തുക. ഒന്ന്, പുരോഹിതൻ എന്ന് പറയുന്നത് മറ്റാർക്കോ എന്ത് ചെയ്യുന്നു, സബ്മിസീവ് ആണ്. ആർക്കാണ് പുരോഹിതൻ സബ്മിസീവ് ആകുന്നത്? ദൈവത്തിന് സബ്മിസീവ്. അഥവാ തൻ്റെ തലയിൽ ഈ മുടി ഇരിക്കുന്നിടത്തോളം, തൻ്റെ തലയിൽ ഈ തൊപ്പി ഇരിക്കുന്നിടത്തോളം ഒരു കാര്യം തന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ മറ്റാർക്കോ കീഴ്പ്പെട്ടവനാണ്, എൻ്റെ മേല് മറ്റാരോ അധികാരിയുണ്ട്. ദൈവം ഈ മഹാപുരോഹിതൻ തലയിൽ തൊപ്പി വെക്കുവാൻ പറഞ്ഞൊരു കാരണമെന്ന് പറയുന്നത്, ഏത് സമയത്തും ദൈവസന്നിധാനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവൻ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്, ഞാൻ അധികാരിയല്ല, ഞാൻ അധികാരത്തിനോ കീഴ്പ്പെട്ടവനാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് ദൈവം തൊപ്പി വെക്കുവാനായിട്ട് ദൈവം പറഞ്ഞത്. ദൈവം അത് പറഞ്ഞിരിക്കുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം. എന്നാൽ ഇത് വെക്കാതെ ഈ വിഷയത്തിലേക്ക് കടന്നു വരട്ടെ, ഒന്ന് വായിച്ചോട്ട്. പഴയ നിയമകാലത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈ തലമുടി, ഇവിടെ പ്രത്യേകിച്ച് സ്ത്രീകളെ കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് പൗലോസ് കൂടെ പറയുന്നൊരു ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ കഴിഞ്ഞ കാല ചിന്താഗതികൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വാക്യം വായിച്ചോട്ട്. 1 കൊരിന്ത്യർ 11 അധ്യായം, 1 Corinthians chapter 11, അതിൻ്റെ 5-6 വാക്യം ഒന്ന് വായിച്ചാട്ട്. മൂടുപടമില്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീയും തൻ്റെ തലയെ അപമാനിക്കുന്നു. നെക്സ്റ്റ്, അത് അവൾ ക്ഷൗരം ചെയ്യിച്ചതുപോലെയല്ലോ എന്ന് പറഞ്ഞാൽ, ക്ഷൗരം ചെയ്യിക്കുന്നത് എന്ന് പറയുന്നത് ഏതിന് തുല്യമാണ്? അപമാനത്തിന് തുല്യം എന്ന് പറഞ്ഞാൽ, അന്നത്തെ കാലത്ത്, പഴയ നിയമകാലത്തിലോ അല്ലെങ്കിൽ പൗലോസ് ഈ ലേഖനം എഴുതുമ്പോഴോ തലമുടി കത്തിച്ച്, സ്ത്രീകൾ തലമുടി കത്തിച്ച് കളയുക എന്ന് പറയുന്നത് തങ്ങളുടെ തലയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അഥവാ തങ്ങളുടെ തലയെ അവർ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ ലജ്ജാ വിഷയമായിരിക്കുന്ന ഒരു വിഷയമാണ് സ്ത്രീകൾ തലമുടി കത്തിച്ചു കളയുക എന്ന് പറയുന്നത്. പഴയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പ്രധാനമായിട്ട് ഈ പ്രവർത്തനം നടത്തുന്നത്, ചെയ്തുകൊണ്ടേ ഇരുന്നത് മോശമായിട്ട് സമൂഹത്തിൽ ജീവിക്കുന്ന സ്ത്രീകളെയാണ് തലമുടി കത്തിച്ചു കളയുന്നത് എന്ന് പറഞ്ഞാൽ അവരെ കാണുമ്പോൾ പബ്ലിക്കിന് മനസ്സിലാക്കുവാൻ സാധിക്കും, ഈ സ്ത്രീ അപഹാസ്യമായിരിക്കുന്ന സ്ത്രീയാണ്, മോശമായിട്ട് നടക്കുന്ന ഒരു സ്ത്രീയാണ്. അന്ന് ആ വിഷയം വെച്ചുകൊണ്ട് പൗലോസ് മുൻപിൽ കണ്ടുകൊണ്ട് പറയുകയാണ്, സ്ത്രീ തലമുടി മുറിച്ചു കളയുന്നുവെങ്കിൽ അത് അവരുടെ തലയെ അപമാനിക്കുക ചെയ്യുന്നത്. അത് ഏതിന് തുല്യമായിരിക്കുന്നു? തൻ്റെ തലയെ കവർ ചെയ്യാതിരിക്കുന്നത്. ശ്രദ്ധിക്കണേ, തലയെ കവർ ചെയ്യുക എന്ന് പറയുന്നതും തലമുടി മുറിച്ചു കളയുക എന്ന് പറയുന്നത്, തലയെ കവർ ചെയ്യാതിരിക്കുക എന്ന് പറയുന്നതും തലമുടി മുറിച്ചു കളയുക എന്ന് പറയുന്നതും രണ്ടിൻ്റെയും എഫക്റ്റ് ഒന്ന് തന്നെയാണ്. രണ്ടും എന്ത് ചെയ്യുന്നു? ദൈവത്തെ അവരുടെ തലയെ അപമാനിക്കുന്നു. എന്താ ഇവിടുത്തെ അപമാനമെന്ന് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ മനസ്സിലാക്കണം, ആരെ അപമാനിക്കുന്നത്? നിങ്ങൾ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 1 കൊരിന്ത്യർ 11 അധ്യായം ഇപ്രകാരം പറയുന്നു. വായിച്ചാട്ട് ആ വാക്യം, അതിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. വേഴ്സ് 3. എന്നാൽ ഏത് പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ. അപ്പോൾ സ്ത്രീയുടെ തല ആര് എന്ന് ചിന്തിക്കുമ്പോൾ സ്ത്രീയുടെ തല ആര്? പുരുഷൻ. അങ്ങനെയെങ്കിൽ തൻ്റെ തലയെ അപമാനിക്കുന്നുവെന്ന് പറയുമ്പോൾ ആരെ അപമാനിക്കുന്നേ? തൻ്റെ ഭർത്താവിനെ അപമാനിക്കുന്നു. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് സ്ത്രീകൾ തലയിൽ തുണിയിട്ടുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കണമെന്നുള്ളത്. അല്ല എങ്കിൽ തൻ്റെ ഭർത്താവിനെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ തങ്ങളുടേതായിരിക്കുന്ന സബ്മിസീവ് അല്ല അവിടെ വെളിപ്പെടുത്തുന്നത്, പിന്നെയോ തൻ്റെതായിരിക്കുന്ന സെൽഫ് ബോസ്റ്റിംഗ് ആണ് അവിടെ വെളിപ്പെടുന്നത്. ദൈവം ഒരിക്കലും അത് ആഗ്രഹിക്കുന്നില്ലേ? ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ദൈവം അത് വാഞ്ചിക്കുന്നില്ലേ? ദൈവം ആഗ്രഹിക്കുന്നത് സബ്മിസീവ് ആയിരിക്കാൻ ദൈവം വെച്ച വ്യവസ്ഥയിൽ നിന്നുകൊണ്ട്
ദൈവമാണ് സകലത്തിലും വലിയവൻ. ക്രിസ്തു എന്ന് പറയുന്നത് ക്രിസ്തുവും സഭയുമായിരിക്കുന്ന ബന്ധത്തിലേക്ക് കടന്നു വരുമ്പോൾ ക്രിസ്തുവാണ് സഭയുടെ തലവൻ എന്ന് പറഞ്ഞാൽ സഭ ക്രിസ്തുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെയാണ് ഭാര്യ ഭർത്തൃബന്ധം. ഭാര്യ ഭർത്താവ് എന്ന് പറയുന്നത് ക്രിസ്തുവിന് സമമായിട്ടും ഭാര്യ എന്ന് പറയുന്നത് സഭയ്ക്ക് സമമായിട്ടും നിൽക്കുന്നു. അപ്പോൾ ഭർത്താവിന് സമമായിട്ട് നിൽക്കുന്ന ക്രിസ്തു എന്ന് പറഞ്ഞാൽ ക്രിസ്തു അധികാരത്തെ വെളിപ്പെടുത്തുന്ന പോലെ ഒരു കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അധികാരം വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നതാണോ ഭർത്താക്കന്മാര്? അവരെയാണ് ദൈവം, പുരുഷനെ കുറിച്ചാണ് ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ത്രീയുടെ ചുമതല എന്ന് പറയുന്നത് തൻ്റെ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കുക എന്നുള്ളത്. തൻ്റെ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കുക. അതുകൊണ്ട് മനസ്സിലാക്കണം, തലയിൽ തുണിയിടുന്നതായിരിക്കുന്ന ഓരോ സ്ത്രീകളും മനസ്സിലാക്കുന്ന ഒരു വിഷയമുണ്ട്. ഞാൻ മറ്റൊരാൾക്ക് കീഴ്പ്പെട്ടിരിക്കുക, മറ്റൊരാളുടെ സബ്മിഷനിൽ ഞാൻ ആയിരിക്കുന്നു. എൻ്റെ മുകളിൽ ഒരു അധികാരിയുണ്ട്, എന്നെ ഭരിക്കുവാൻ ഒരു വ്യക്തിയുണ്ട്, ആ വ്യക്തിയുടെ കീഴിലാണ് ഞാൻ ആയിരിക്കുന്നത്. എന്നിട്ടാണ് അതിൽ തൻ്റെ അധികാരം ഓപ്പറേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നത്. സഭ എങ്ങനെ ക്രിസ്തുവിന് കീഴ്പ്പെട്ടിരിക്കുന്നുവോ അതുപോലെ തന്നെയാണ് ഇന്ന് ദൈവം പുതിയ നിയമത്തിലോ സഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്നതായിരിക്കും വിഷയം. അപ്പോൾ എന്താ ഞാൻ മുൻപേ പറഞ്ഞു, ഇവിടെ തലയെ അപമാനിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ലേ? പിന്നീട് എന്താ ഇത് വെളിപ്പെടുത്തേണ്ടത്? എൻ്റെ അതോറിറ്റി വെളിപ്പെടുത്തണമെങ്കിൽ, എൻ്റെ അധികാരം വെളിപ്പെടുത്തണമെങ്കിൽ ഞാനും ഒരു അധികാരത്തിനോ കീഴ്പ്പെട്ടിരിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ലജ്ജിപ്പിക്കുന്നുവെന്ന് പറയുമ്പോൾ പഴയ നിയമത്തിന്റെ ഒരു പ്രമാണത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് കടന്നു പോകാനായിട്ട് സാധിക്കും. ഒന്ന് വായിച്ചോട്ടോ, ആവർത്തന പുസ്തകം 15-ാം അധ്യായം, ആവർത്തന പുസ്തകം 5-ാം അധ്യായം 17-18 വാക്യത്തിലേക്ക് കടന്നു വന്നാട്ടോ. ആവർത്തന പുസ്തകം 15-ാം അധ്യായം 17-18 വാക്യം. നിങ്ങൾക്കറിയാം എന്താ ഇതിന്റെ വിഷയം. ഒരു വീട്ടിൽ ഒരു ദാസനുണ്ടായിരുന്നു. ആ ദാസൻ തൻ്റെ ഭവനത്തിലായിരിക്കുന്നു. എന്നാൽ യോബേൽ സംവത്സരം എന്നുള്ള ഒരു വർഷം കടന്നു വരുമ്പോൾ ഇവരുടെ നിയമം അനുസരിച്ച് ഈ ദാസന്മാരെ എല്ലാം അവർ സ്വതന്ത്രരായി വിട്ടയക്കണം. എബ്രായ ദാസന്മാരെ സ്വതന്ത്രരായി വിട്ട. എന്നാൽ ആ ഒരു എബ്രായ ദാസൻ യോബേൽ സംവത്സരത്തിൽ ആ യജമാനെ വിട്ടു പോകുവാൻ മടിക്കുമ്പോൾ ഈ ദാസനെ വീട്ടിൽ കൊണ്ടുവന്ന് ചെയ്യുന്ന ഒരു ക്രിയയാണ് അവിടെ നമ്മൾ കാണുന്നത്. എന്താണെന്നറിയാമോ? അവിടെ നമ്മൾ കാണുന്നത് ഈ ദാസനെ കൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് വാതിൽ കട്ടളയ്ക്കൽ അവൻ്റെ ചെവി വെച്ചിട്ട് ഈ ചെവി കുത്തി തുളയ്ക്കും. ഈ ചെവി തുളയ്ക്കുമ്പോൾ ഒരു കാര്യം വെളിപ്പെടുത്തുകയാണ്, അവൻ എന്നേക്കും ഈ യജമാന് ദാസനായിരിക്കും. അപ്പോൾ നിത്യകാലം യജമാന്റെ ദാസൻ എന്നുള്ളതോ അഥവാ താൻ മറ്റൊരാൾക്ക് അടിമയാണെന്നുള്ളതോ മറ്റൊരാൾക്ക് ഞാൻ കീഴ്പ്പെട്ടവനാണെന്നുള്ള ഐഡന്റിറ്റിയാണ് തൻ്റെ ചെവി തുളയ്ക്കുമ്പോൾ അതിൽ കൂടെ വെളിപ്പെടുത്തും. നിങ്ങൾ അതേ കാര്യം തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് വേറൊരു ഭാഗത്തിൽ വേറൊരു ഭാഷയിൽ അത് പറയുന്നുണ്ട്. വായിച്ചെടുക്കലെ ഗലാത്യർ 6-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. ഗലാത്യർ 6:17. ഞാൻ യേശുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. അവിടെ പറയുന്നു ഞാൻ യേശുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരും എനിക്കൊരു ഭാരം വരുത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ പോലും തിരിച്ച് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. കാരണം ഞാൻ എന്നേക്കുമായിട്ട് മറ്റൊരാൾക്കൊരു അടിമയാണ്, മറ്റൊരാൾക്ക് ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നു, എന്നേക്കുമായിട്ട് ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അവിടെ വെളിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട, ഇവിടെ നമ്മൾ കാണുന്നത് ഈ പുരോഹിതൻ തൻ്റെതായിരിക്കുന്ന തൊപ്പി ധരിച്ചുകൊണ്ട് ദൈവസന്നിധാനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ താൻ എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു വിഷയമാണ് താനോ മറ്റൊരാൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ദൈവം പൗരോഹിത്യ ശുശ്രൂഷ വിളിച്ചു ബോധിച്ച പുരോഹിതന്മാർക്ക് ഈ മുടി കൊടുക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണം. എന്നാൽ മുടി മാത്രമല്ല, തൻ്റെ തലയിൽ തൻ്റെ നെറ്റിയിൽ ഒരു പട്ടം വെച്ചിട്ടുണ്ട്. യഹോവയ്ക്ക് വിശുദ്ധം എന്നുള്ള പട്ടം. ആ പട്ടം കെട്ടണമെങ്കിൽ ഒരു നീല നൂൽ കൊണ്ടാണ്, നീല നാട കൊണ്ടാണ് ഈ നെറ്റിപ്പട്ടം കെട്ടേണ്ടത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, പുറമേ നോക്കുമ്പോൾ ഒന്ന് കാണുവാൻ സാധിക്കും, ഒരു നീല നാട കാണുവാൻ സാധിക്കും. എന്താ ഈ നീല നാട വെളിപ്പെടുത്തുന്നത്? ദൈവത്തിൻ്റെ വിശുദ്ധ വചനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തുമായിരിക്കുന്ന ഒരു നിയമമുണ്ട്. വായിച്ചോട്ട് ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യം. 7-8 വാക്യം. ആവർത്തനം, Deuteronomy chapter 6 verse 7 and 8.
ഇവിടെ ഇസ്രായേൽ മക്കളോട് ദൈവം കൽപ്പിച്ചൊരു കാര്യമാണ്, ദൈവത്തിൻ്റെ വചനം അവരനുസരിച്ച് നടക്കും എന്നുള്ളതിൻ്റെ ഒരു അടയാളം അവരുടെ കൈമേൽ കെട്ടണം, അല്ലെങ്കിൽ വസ്ത്രത്തിൻ്റെ കോന്തലയ്ക്കൽ. അതാണ് പലപ്പോഴും നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ കർത്താവായ യേശു ക്രിസ്തു പരീക്ഷന്മാരെ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറയുന്നു, നിങ്ങളുടെ മന്ത്രപ്പട്ട അത് വീതിയുള്ളതാക്കി. എന്താ മന്ത്രപ്പെട്ട എന്ന് പറയാമോ? അത് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, ദൈവം അന്ന് മോശ മുഖാന്തരമായിട്ട് ഇസ്രായേൽ മക്കൾ കൊടുത്ത നിയമപ്രകാരമായിട്ട് ഒരു നീല ചരട് അവർ കെട്ടണം. എന്താ ഈ നീലച്ചരട് അർത്ഥമാക്കുന്നത്? അവരർത്ഥമാക്കുന്നത് ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിച്ച് ഞങ്ങൾ ജീവിക്കുമെന്നുള്ള ദൈവത്തോട് ഉടമ്പടിയാണ് ആ നീലച്ചരട് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇത് അവരുടെ വസ്ത്രത്തിൻ്റെ കോന്തലയ്ക്കൽ അവർ കെട്ടുന്നു, അല്ലെങ്കിൽ അവരുടെ കൈമേൽ അവർ കെട്ടുന്നു. ഇതുകൊണ്ട് അവർ അർത്ഥമാക്കുന്നത് ഈ ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിപ്പാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്, ദൈവത്തിൻ്റെ ന്യായപ്രമാണം ഞങ്ങൾ അനുസരിക്കും. നിങ്ങൾ മനസ്സിലാക്കണം, തൻ്റെ നെറ്റിയിൽ ഒരു നെറ്റിപ്പട്ടം കെട്ടുന്ന സമയത്ത് നീല നൂൽ കൊണ്ട്, താൻ നീല നാട കൊണ്ട് കെട്ടുമ്പോൾ അത് തൻ്റെ കണ്ണുകൾക്ക് മധ്യേ ഒരു പട്ടമായിരിക്കുക. എന്താ പട്ടമായിരിക്കുന്നത്? ദൈവത്തിൻ്റെ ന്യായപ്രമാണം ഞാൻ പരിപൂർണമായിട്ട് അനുസരിക്കുമെന്നുള്ള ഒരു നിയമം. ദൈവത്തിൻ്റെ ന്യായപ്രമാണം ഞാൻ പരിപൂർണമായിട്ട് അനുസരിക്കും. നിങ്ങൾ മനസ്സിലാക്കണം, സാധാരണപ്പെട്ട ഇസ്രായേലിനോ തൻ്റെ വസ്ത്രത്തിൻ്റെ കോന്തലയ്ക്കൽ ഒരു കെട്ടുണ്ടെങ്കിൽ മഹാപുരോഹിതനെയോ പുരോഹിതന്മാരുടെയോ ജീവിതത്തിൽ അങ്ങനെയുള്ളത് കാണുന്നില്ല. പിന്നെ എവിടെയാ കാണുന്നത്? അവർക്ക് കൊടുത്തിരിക്കുന്നത് തൻ്റെ ഈ നെറ്റിപ്പട്ടത്തിൻ്റെ നെറ്റിപ്പട്ടം കെട്ടപ്പെടുവാനായിട്ട് ഇടയായിത്തീരുന്നത് ഈ നീല നാട കൊണ്ട്. അത് അർത്ഥമാക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തെ പൂർണ്ണമായിട്ട് ഞാൻ അനുസരിക്കും, ദൈവത്തിൻ്റെ വചനത്തിനോ ഞാൻ കീഴ്പ്പെട്ടിരിക്കും. അതാണോ തന്നെ എപ്പോഴും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്നാൽ എന്തിനാണ് ഈ നെറ്റിപ്പട്ടം? നെറ്റിപ്പട്ടത്തിൽ ഒരു വേർഡ് എഴുതി വെച്ചിട്ടുണ്ട്, യഹോവയ്ക്ക് വിശുദ്ധം എന്നുള്ളൊരു വേർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ അർത്ഥമാകുന്നത്? നിങ്ങൾ മനസ്സിലാക്കണം, യഹോവയ്ക്ക് വിശുദ്ധമെന്ന് എഴുതി വെച്ചിരിക്കുമ്പോൾ അതിൽ കൂടെ ദൈവം ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട്. വായിച്ചോട്ടെ ഒരു വാക്യം, പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 38-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വന്നാട്ട്. പുറപ്പാട് പുസ്തകം എക്സോഡസ് ചാപ്റ്റർ 28 വേഴ്സ് നമ്പർ 38. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സകല വിശുദ്ധ വഴിപാടുകളിലും ശുദ്ധീകരിക്കുന്ന വിശുദ്ധ വസ്തുക്കളുടെ കുറ്റം. നിങ്ങൾ ആ ഭാഗം നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം, വളരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. അവിടെ പറയുന്നു, ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സകല വിശുദ്ധ വഴിപാടുകളിലും ശുദ്ധീകരിക്കുന്ന വിശുദ്ധ വസ്തുക്കളുടെ കുറ്റം അഹരോൻ വഹിക്കേണ്ടതിനോ. എപ്പോൾ എന്തുകൊണ്ടാണ് അത് അഹരോന്റെ നെറ്റിയിൽ ഇരിക്കണം? അപ്പോൾ അഹരോന്റെ നെറ്റിയിൽ യഹോവയ്ക്ക് വിശുദ്ധം എന്നുള്ള ഒരു പട്ടം ഇരിക്കുന്നതിൻ്റെ ആവശ്യമെന്ന, അതിൻ്റെ ആവശ്യം അവിടെ പറയുകയാണ്. യഹോവയ്ക്ക് വിശുദ്ധീകരിക്കുന്ന ഏത് സകല എന്ത് വഴിപാട്? വിശുദ്ധ വഴിപാട്. നിങ്ങൾ മനസ്സിലാക്കണം, യഹോവയ്ക്ക് കഴിക്കുന്ന വഴിപാടാണ്. ഈ വഴിപാട് എന്താണെന്നാണ് പറയുന്നത്? വിശുദ്ധമാണോ? താഴോട്ട് ഈ കൊടുക്കുന്ന വസ്തുക്കളും എന്തായിരിക്കുന്നു? വിശുദ്ധമാണോ? എന്നാൽ അതിനകത്ത് എന്തോ ഉണ്ട്? നിങ്ങൾ മനസ്സിലാക്കണം, ഒരു പുരോഹിതൻ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവൻ എന്തുകൊണ്ടാണ് കടന്നു ചെല്ലുന്നത്? നിങ്ങൾക്കറിയാം, രക്തവുമായിട്ടാണ് കടന്നു ചെല്ലുന്നത്. ഇവിടെ വെളിയിൽ ഒരു മൃഗത്തെ കൊന്നു. ആ മൃഗത്തെ കൊല്ലണമെങ്കിൽ ഏതെങ്കിലും ഒരു മൃഗത്തെ എടുത്തിവക്ക് കൊല്ലുവാൻ പറ്റത്തില്ല. ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയനുസരിച്ച് ഊനമില്ലാത്തതിനെയാണ് കൊല്ലേണ്ടത്. ഊനമില്ലാത്തത് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയനുസരിച്ച് അത് ആണോ പെണ്ണോ അല്ലെങ്കിൽ കോലാടോ കാളയോ കാളക്കിടാവോ എന്തുമായിക്കൊള്ളട്ടെ, ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയ്ക്കനുസൃതമായിരിക്കുന്ന ഒരു മൃഗത്തെയാണ് കൊണ്ടുവരേണ്ടത്. ശ്രദ്ധിക്കണം, അതിന് ഊനമുണ്ടാകുവാൻ പാടില്ല, അതിൽ യാതൊരു കുറവും ഉണ്ടാകുവാൻ പാടില്ല. ഇപ്രകാരം ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയ്ക്കനുസൃതമായി മൃഗത്തെ കൊണ്ടുവന്ന് ദൈവം കൽപ്പിച്ചതുപോലെ ഒരു യാഗം കഴിച്ച്, ദൈവം കൽപ്പിച്ചതുപോലെ അതിനെ കൊന്ന് അതിൻ്റെ രക്തവും എടുത്തുകൊണ്ടാണ് പുരോഹിതൻ എങ്ങോട്ട് കടന്നു പോകുന്നത്? വിശുദ്ധ സ്ഥലത്തിലേക്ക് കടന്നു പോകുന്നത്. അപ്പോൾ ഈ കടന്നു എന്നിട്ട് പുരോഹിതൻ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ധൂപം കാട്ടി, ആ ധൂപത്തിൻ്റെ കാട്ടിന് ശേഷമാണ് പുരോഹിതൻ തിരിച്ചിറങ്ങി വന്നിട്ട് ഈ ജനത്തെ അനുഗ്രഹിക്കേണ്ടത്. അപ്പോൾ അതുവരെ ഈ മനുഷ്യരെല്ലാം ഇവിടെ നിൽക്കും.
പ്രാകാരത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ പുരോഹിതൻ കടന്നു ചെന്നിട്ട് തിരിച്ചു വരുന്നിടം വരെ, അപ്പോൾ പുരോഹിതന്റെ കയ്യിലിരിക്കുന്ന രക്തം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മുൻപിൽ കൊടുക്കുവാൻ തക്കവണ്ണം വളരെയധികമായിട്ട് വിശുദ്ധമാണ്. എന്നാൽ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ അടുക്കലേക്ക് ഈ പുരോഹിതൻ കടന്നു ചെല്ലുമ്പോൾ ഈ പുരോഹിതനോട് ദൈവം പറയുകയാണ്, കുഞ്ഞെ, നിന്റെ നെറ്റിയിൽ ഒരു പട്ടം ഉണ്ടായിരിക്കണം. ആ പട്ടത്തിൽ യഹോവയ്ക്ക് വിശുദ്ധം എന്നുള്ള എഴുത്തുണ്ടായിരിക്കണം. എന്തിനാ എഴുത്തുണ്ടായിരിക്കേണ്ടത്? നീ വിശുദ്ധീകരിക്കുന്ന വിശുദ്ധ വസ്തുക്കളുടെ കുറ്റം നീ വഹിക്കണം എന്ന് പറഞ്ഞാൽ, ഈ രക്തവുമായിട്ട് കടന്നു പോകുമ്പോൾ ഈ രക്തം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നെങ്കിൽ തന്നെയും ഇതിൽ കൂടെ ഈ ഒരു കാര്യം അർത്ഥമാക്കിയാണ്, ഈ മൃഗത്തിന്റെ രക്തം തന്നെ എന്തല്ല. നിങ്ങൾ മനസ്സിലാക്കണം, എത്രമാത്രം പ്രിപ്പറേഷനോടുകൂടിയാണ് ഒരു മൃഗത്തെ അവർ സെലക്ട് ചെയ്യുന്നത്, എത്രമാത്രം ഭക്തിയോടുകൂടിയാണ് ആ മൃഗത്തെ അവർ കൊല്ലുന്നത്, എത്രമാത്രം ഭക്തിയോടുകൂടി അവർ കൊന്ന് അതിൻ്റെ രക്തവും എടുത്തുകൊണ്ടാണ് പുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് വിശുദ്ധ സ്ഥലത്തിലേക്ക് കടന്നു പോകുന്നത്. വിശുദ്ധ സ്ഥലത്തിലേക്ക് പുരോഹിതൻ കടന്നു പോകുമ്പോൾ ദൈവത്തിന് പ്രസാദമായിട്ടുള്ള ഒരു യാഗമായിട്ട് കൊടുക്കുവാൻ രക്തവുമായിട്ട് പുരോഹിതൻ കടന്നു പോകുമ്പോൾ ദൈവം കൽപ്പിക്കുകയാണ്, നീ കൊണ്ടുവരുന്ന ഒരു യാഗത്തിലും വിശുദ്ധമല്ല. ഞാൻ പറയുന്നത് മനസ്സിലായോ നിങ്ങൾക്ക്? ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥയിൽ നിന്നുകൊണ്ടാണ് മൃഗത്തെ എടുത്തത്, ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥയിൽ നിന്നുകൊണ്ടാണ് യാഗം കഴിക്കുന്നത്, ഇതിൻ്റെ രക്തവുമായിട്ടാണ് കടന്നു വരുന്നത്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ട് ചിന്തിക്കുവാൻ സാധിക്കും, ഞാനോ നിങ്ങളോ ആയിരുന്നെങ്കിൽ ഇപ്രകാരം പറഞ്ഞു തരും, ഈ രക്തത്തിൽ എന്തില്ല? ഒരു അശുദ്ധിയുമില്ല. എന്തെങ്കിലും അശുദ്ധിയുണ്ടോ? ഉണ്ടോ? ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കുന്നു? ഈ മൃഗം എന്ന് പറയുന്നത് എന്തായിരുന്നു? വിശുദ്ധം. ആ മൃഗത്തെയാണ് കൊന്നത്, അതിന് രക്തവും എടുത്തുകൊണ്ടാണ് പുരോഹിതൻ കടന്നു ചെല്ലുന്നത്. എന്നാൽ പുരോഹിതൻ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പുരോഹിതൻ ഒരുപക്ഷെ ചിന്തിക്കാമായിരിക്കാം, ഈ മൃഗം വിശുദ്ധമാണ്, എന്നാൽ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ കൺമുൻപിൽ ഇതിനകത്ത് എന്തോ ഉണ്ട്? അശുദ്ധിയുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, മനുഷ്യൻ എത്രമാത്രം പ്രിപ്പയർ ചെയ്താലും, എത്രമാത്രം മനുഷ്യൻ തന്നെ ഒരുക്കിയാലും, എത്രമാത്രം വിശുദ്ധമാണെന്ന് ചിന്തിച്ചാലും അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ മുൻപിൽ അത് വിശുദ്ധമാണെന്നല്ല, അത് അശുദ്ധമാണ്. ഞാൻ പറയുന്നത് മനസ്സിലായോ? നമ്മുടെ ഏത് പ്രവർത്തനങ്ങളും ദൈവത്തിന് മുൻപാകെ എന്തല്ല? നമുക്ക് തോന്നുമായിരിക്കാം ഇത് നല്ലതാണ്, ഇതിനകത്ത് ഒരു ഊനവുമില്ല. എന്നാൽ സ്വർഗ്ഗത്തിലെ ദൈവം നോക്കുമ്പോൾ അതിനകത്ത് ദൈവം എന്ത് കാണുന്നു? കുറവ് കാണുന്നു, അശുദ്ധി കാണുന്നു. അപ്പോൾ ഈ മൃഗത്തിന്റെ രക്തം ദൈവം കൽപ്പിച്ചതുപോലെ ഈ മൃഗത്തെ എടുത്ത് മൃഗത്തിന്റെ രക്തവും എടുത്തുകൊണ്ട് പുരോഹിതൻ അകത്തോട്ട് കടന്നു പോകുമ്പോൾ ആ മൃഗത്തിനകത്തുള്ള അല്ലെങ്കിൽ അതിനകത്തുള്ള അശുദ്ധിയെക്കുറിച്ച് പുരോഹിതന് ബോധ്യമില്ല എങ്കിൽ ദൈവത്തിന്റെ മുൻപാകെ ഇത് പ്രസാദമാകത്തില്ല. ദൈവത്തിന് മുൻപിൽ ഇത് പ്രസാദമാകുവാൻ കാരണമുണ്ട്. ഈ രക്തവുമായിട്ട് പുരോഹിതൻ കടന്നു വരുമ്പോൾ തൻ്റെ നെറ്റിയിൽ ഒരു പട്ടമുണ്ട്, ഇത് യഹോവയ്ക്ക് വിശുദ്ധം. അപ്പോൾ ഈ വിശുദ്ധ വസ്തുക്കളുടെ കുറ്റം എവിടെ വഹിക്കപ്പെടുന്നത്? നിങ്ങൾ മനസ്സിലാക്കുന്ന വിഷയം, തൻ്റെ നെറ്റിയിലിരിക്കുന്ന നെറ്റിപ്പട്ടത്തിൽ, നെറ്റിയിൽ എഴുതി പറ്റിയിരിക്കുന്ന യഹോവയ്ക്ക് വിശുദ്ധം എന്നുള്ള വേർഡിൽ ഇതിലാണ് ഇത് അകപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, അത് എന്തുകൊണ്ട് ഉണ്ടാക്കപ്പെടണം? തങ്കം കൊണ്ടുണ്ടാക്കണം. തങ്കം എന്തിനെ ചൂണ്ടിക്കാണിക്കുന്നു? ഡിവൈനിറ്റിയെ ചൂണ്ടിക്കാണിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് തന്നെ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, മനുഷ്യ, നീ എത്രമാത്രം പ്രിപ്പയർ ചെയ്ത്, എത്രമാത്രം വിശുദ്ധിയിൽ നീ നോക്കിക്കൊണ്ട്, നീ എത്രമാത്രം വിശുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ കൊണ്ടുവന്നാലും അതെന്തല്ല? ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധി അതിനകത്ത് ഇല്ല. നിങ്ങൾ മനസ്സിലാക്കിയോ? ഭാഗം നിങ്ങൾ മനസ്സിലാക്കിയോ? ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധി അതിനകത്തില്ല. പക്ഷെ ചെയ്തത് എങ്ങനെയാ ചെയ്തത്? ചെയ്ത് കാണുമ്പോൾ എന്തുവാ കാണുന്നത്? അതിനകത്ത് ഒരു കുറവും അതിനകത്തില്ല. എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? മനുഷ്യ, നിന്റെ ഏതെല്ലാം നീതിപ്രവൃത്തി എത്രമാത്രം ഭംഗിയെന്ന് നീ ചിന്തിച്ചാലും ദൈവത്തിൻ്റെ മുൻപിൽ കടന്നു ചെല്ലുവാനുള്ള യോഗ്യത അതിനകത്തില്ലെന്ന്.
എന്നാൽ ഇതിന് യോഗ്യനാക്കുന്ന ഒന്നുണ്ട്. ആ യോഗ്യനാക്കുന്ന ഒന്നെന്ന് പറയുന്നത്, ഇവിടെ സ്വർഗത്തിലൊരു മഹാപുരോഹിതൻ നിൽപ്പുണ്ട്. ആ മഹാപുരോഹിതന്റെ നെറ്റിയിൽ ഒരു പട്ടമുണ്ട്. ആ പട്ടത്തിൽ ഒരു വേർഡുണ്ട്, യഹോവയ്ക്ക് വിശുദ്ധം. ഈ മഹാപുരോഹിതന്റെ കയ്യിലാണോ ഈ വഴിപാട് കൊടുത്തത്? നിങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ പഠിക്കും, മഹാപുരോഹിത ശുശ്രൂഷകളെ കുറിച്ച് നമ്മൾ പഠിക്കും. അവിടെ വെച്ച് നിങ്ങൾക്കിത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. അത് ഇവിടെ നമ്മൾ കാണുന്നത് മഹാപുരോഹിതന്റെ കരങ്ങൾ ലഭിക്കുന്ന വഴിപാടും യാഗങ്ങളും. ഇത് രണ്ടും മഹാപുരോഹിതന്റെ കരങ്ങളിലേക്കാണ് ചെല്ലേണ്ടത്. മഹാപുരോഹിതനാണ് ദൈവത്തിന് മുൻപിൽ കൊണ്ടുപോകേണ്ടത്. എന്ന് പറഞ്ഞാൽ നിന്റെ യാഗമെന്ന് പറയുന്നത് നിന്റെ പാപത്തിന്റെ പ്രതിഫലനമാണ്, എഫക്റ്റാണ്. എന്നാൽ വഴിപാടെന്ന് പറയുന്നത് നിന്റെ പാപത്തിന്റെ എഫക്റ്റ് അല്ല. പിന്നെയോ ദൈവം നിനക്ക് തന്നിരിക്കുന്ന നന്മയിൽ നിന്നോ ദൈവത്തിന് നീ സ്വമേധയായി കൊടുക്കുന്നതാ. ദൈവത്തിന് സ്വമേധയായി കൊടുക്കുന്ന വിശുദ്ധമല്ലേ? ആണോ? പക്ഷെങ്കിൽ അതിനകത്ത് എന്തില്ല? ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധി അതിനകത്തില്ല. ദൈവം ആഗ്രഹിക്കുന്ന ശുദ്ധീകരണം അതിനകത്തില്ല. ഈ ശുദ്ധീകരണമില്ല എങ്കിൽ ദൈവത്തിന് പ്രസാദമാകുമോ? ഇല്ല. പിന്നീട് എന്തുകൊണ്ടാണ് ഇത് പ്രസാദമാകുന്നത്? നമുക്ക് വേണ്ടി ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ ഈ യാഗവുമായിട്ട് കടന്നു പോകുമ്പോൾ തൻ്റെ നെറ്റിയിൽ ഒരു പട്ടമുണ്ട്, യഹോവയ്ക്ക് വിശുദ്ധം എന്ന് പറയുന്നത്. ആ യഹോവയ്ക്ക് വിശുദ്ധം എന്ന് പറയുന്ന പട്ടത്തിൽ ആണ് എൻ്റെ സകല അശുദ്ധിയും കിടക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെതായിരിക്കുന്ന കുറവുകൾ കിടക്കുന്ന അവിടെയാ, എൻ്റെതായിരിക്കുന്ന ബലഹീനത കിടക്കുന്ന അവിടെയാ, എൻ്റെ ബുദ്ധിമുട്ടുകൾ കിടക്കുന്ന അവിടെയാ. നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെതായിരിക്കുന്ന ഏതെല്ലാം നല്ല പ്രവൃത്തി ഉണ്ടെന്നോ ഞാൻ ചിന്തിക്കുന്നുവോ അതിൻ്റെ അകത്തുള്ള സകല അതിക്രമങ്ങളും അകത്യങ്ങളും കിടക്കുന്നതോ അതിനകത്താണ്. ഞാൻ പോലും മനസ്സിലാക്കുന്നില്ല, ഞാൻ പോലും അത് അറിയുന്നില്ല, ഞാൻ പോലും അത് അറിയത്തില്ല. എങ്കിലും അതിൻ്റെ അർത്ഥം ദൈവം എന്തും കണ്ണുമടച്ച് സ്വീകരിക്കുമെന്നല്ല, പിന്നെയോ ദൈവം സ്വീകരിക്കുവാനുള്ള കാരണമുണ്ട്, യഹോവയ്ക്ക് വിശുദ്ധം. അപ്പോൾ പുരോഹിതൻ എന്തുകൊണ്ടായി തൻ്റെ നെറ്റിയിൽ ഈ പട്ടം ധരിക്കേണ്ട കാര്യമെന്ന്? യഹോവയ്ക്ക് കഴിക്കുന്ന വിശുദ്ധ വസ്തുക്കളുടെ കുറ്റമാണ് അഹരോൻ വഹിക്കേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമായത്. ഇതിനകത്ത് വളരെ ശക്തമായിട്ട് ഉയർന്നു വരുന്ന ഒരു വലിയ സത്യമാണ്, നമ്മുടെ ഒരു നീതി പ്രവൃത്തിയും ദൈവത്തിന് മുൻപാകെ പൂർണ്ണമല്ല. നമ്മൾ എന്തു ചെയ്തു എന്ന് നമ്മൾ പറയുന്നുവോ, എത്രമാത്രം പ്രിപ്പയർ ചെയ്തു നമ്മൾ ചെയ്തെന്ന് പറയുന്നുവോ, അതിൻ്റെ അർത്ഥമല്ല ഞാൻ പൂർണ്ണനാണെന്നുള്ളത്. അവിടെയെല്ലാം അതിൻ്റെ കുറവുകളുണ്ട്. പക്ഷെങ്കിൽ ആ കുറവുകൾ ഞാൻ അനുഭവിക്കാത്തതിൻ്റെ കാരണം നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം നമ്മുടെ യാഗത്തിൽ പ്രസാദിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ന് ഞാൻ ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ എൻ്റെ കരങ്ങൾ ഉയർത്തി സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി എൻ്റെ മേൽ കടന്നു വരുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എൻ്റെ മേൽ കടന്നു വരുന്നത്. എന്തുകൊണ്ടാണ് കടന്നു വരുന്നത് അറിയാമോ? ഞാൻ നിന്നിൽ പ്രസാദിച്ചുവെന്ന. അത് പ്രസാദിക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത് എൻ്റെ ഒരുക്കത്തിന് കൂടുതലല്ല, ഒരുക്കം വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഒരുക്കം വളരെ ആവശ്യമാണ്. ഏതെങ്കിലും രീതിയിൽ നീ യാഗം കഴിക്കുവാൻ ചെന്നിട്ട് ഏതെങ്കിലും ഒരു മൃഗത്തെ കൊണ്ടുവന്ന് യാഗമൃഗത്തെ കൊണ്ടുവന്ന് ഏതെങ്കിലും മൃഗത്തെ കൊണ്ടുവന്ന് സമാഗമന കൂടാരത്തിൻ്റെ മുൻപിൽ കൊണ്ടുവന്നിട്ട് നിനക്ക് ഏതെങ്കിലും വിധത്തിൽ യാഗം കഴിച്ച് അതിന് രക്തവുമായിട്ട് പുരോഹിതൻ കടന്നു പോകുന്നുവെങ്കിൽ ദൈവം അതൊരിക്കലും പ്രസാദിക്കുകയില്ല. പറയുന്ന മനസ്സിലായോ? ദൈവം ആ യാഗം പ്രസാദിക്കണമെങ്കിൽ ദൈവത്തിന് വ്യവസ്ഥയുണ്ട്. ദൈവത്തിന്റെ വ്യവസ്ഥയിൽ നിന്നുള്ള മൃഗമായിരിക്കണം ഈ മനുഷ്യൻ എടുക്കേണ്ടതോ, ദൈവം കൽപ്പിച്ച വ്യവസ്ഥയിലായിരിക്കണം ആ മൃഗമായിരിക്കേണ്ടതോ, ദൈവം കൽപ്പിച്ച വ്യവസ്ഥയിലായിരിക്കണം ആ മൃഗത്തെ യാഗം കഴിക്കേണ്ടതോ, ആ വ്യവസ്ഥയിലായിരിക്കണം രക്തമെടുക്കേണ്ടതോ, ആ രക്തമെടുത്തുകൊണ്ട് ദൈവാലയത്തിലേക്ക് കടന്നു പോകേണ്ടതോ അതിന്റെ വ്യവസ്ഥയിലായിരിക്കണം. ഇവിടെ ഒന്നും എന്ത് തെറ്റിക്കുന്നില്ല, എന്ത് തെറ്റിക്കുന്നില്ല? വ്യവസ്ഥ തെറ്റിക്കുന്നില്ല. ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞ പോയിന്റ്. ഇവിടെ എങ്ങും എന്ത് തെറ്റിക്കുന്നില്ല? വ്യവസ്ഥ തെറ്റിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ നീ വ്യവസ്ഥ തെറ്റിച്ചില്ലെങ്കിലും അതിന്റെ അർത്ഥം ഇത് വിശുദ്ധമാണെന്നല്ല. ഇത് വിശുദ്ധമാകുവാൻ കാരണമുണ്ട്, മറ്റൊരാൾ ഇതിനെ വിശുദ്ധീകരിക്കുന്നത് കൊണ്ട്. നിങ്ങൾ മനസ്സിലാക്കുന്ന വിഷയം,
ദൈവസന്നിധാനത്തിലേക്ക് കടന്നു ചെന്ന ദൈവത്തിന് മുൻപിൽ യാഗം കഴിക്കുന്ന വ്യക്തി അവൻ വെളിയിൽ നിൽക്കുക. പുരോഹിതൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ആ വെളിയിൽ നിൽക്കുന്നത്. തിരിച്ചു വന്നാണ് പുരോഹിതൻ അനുഗ്രഹിക്കുന്നത്. ആ അനുഗ്രഹം കിട്ടിക്കൊണ്ട് അതുകൊണ്ടാണ് ഈ വ്യക്തി കടന്നു പോകേണ്ടത്. വേറെ ഒന്നും ഒരു തെളിവുമില്ല. ഇന്ന് ദൈവമക്കൾക്ക് അനുഭവിക്കുവാൻ പലതുണ്ട്. അന്ന് പഴയ നിയമത്തിൽ അനുഭവിക്കുവാൻ അവർക്ക് ഒന്നുമില്ല. ഒരു യാഗം കഴിച്ച് പുരോഹിതൻ പറഞ്ഞു, കുഞ്ഞേ നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പുരോഹിതൻ്റെ വാക്ക് കേട്ട് സത്യമാണെന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. ഇന്ന് എനിക്കും നമുക്കും ലഭിച്ചിരിക്കുന്ന അതല്ല. വല്ലവൻ്റെ വാക്ക് കേട്ട് അത് സത്യമെന്ന് പറയുവാനല്ല, ഇന്ന് അനുഭവിക്കുവാൻ ദൈവം എനിക്ക് നിങ്ങൾക്ക് ഉപ തന്നിട്ടുണ്ട്. എൻ്റെ പാപം ക്ഷമിച്ചുവെന്നുള്ള പൂർണ്ണമായിരിക്കുന്ന ബോധ്യം എനിക്ക് കിട്ടുന്നത് രക്ഷയുടെ സന്തോഷം എൻ്റെ ഉള്ളത്തിൽ കടന്നു വരുമ്പോൾ, രക്ഷയുടെ സന്തോഷം എൻ്റെ നിൽക്കുമ്പോൾ. എന്ന് പറഞ്ഞാൽ എൻ്റെ പാപം ക്ഷമിച്ചു എന്നുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ്, മറ്റാരെങ്കിലും പറഞ്ഞു കേട്ടൊരു വാക്കല്ല. നിങ്ങൾ മനസ്സിലാക്കുന്നതായി പറഞ്ഞു വരുന്നത്. പഴയ നിയമത്തിൽ അതല്ല വ്യവസ്ഥ. പഴയ നിയമത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഈ വന്ന് പുരോഹിതൻ പറയുന്നു നിന്റെ പാപം ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ അത് കേട്ടോണ്ട് മടങ്ങിപ്പോകുക മാത്രമേ ഉള്ളൂ. അവനൊരു അനുഭവമില്ല, അവനൊന്നും രുചിച്ചറിയുന്നില്ല. അവൻ ഒരു കാര്യം മനസ്സിലാക്കുന്നു, ദൈവത്തിൻ്റെ വചനമാണോ, ദൈവത്തിൻ്റെ വ്യവസ്ഥയിൽ കൂടിയാണ് ഞാൻ യാഗം കഴിച്ചത്, അതുകൊണ്ട് ദൈവത്തിൻ്റെ വ്യവസ്ഥയതായതുകൊണ്ട് ദൈവം എൻ്റെ പാപം ക്ഷമിച്ചു. ദാറ്റ്സ് ഓൾ. പക്ഷെങ്കിൽ ആ വ്യവസ്ഥയിൽ കൂടെ കടന്നു വരുന്ന യാഗത്തിൽ പോലും ദൈവം അശുദ്ധിയെ കാണുവാൻ സാധിക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ മക്കളെ ഓർക്കണമേ, നമ്മുടേതായിരിക്കും എത്ര വലിയ വഴിപാട്, എത്ര നല്ല വഴിപാട്, എത്ര വിശുദ്ധമെന്ന് നമ്മൾ ചിന്തിക്കുന്നു, അത് ദൈവത്തിന് മുൻപിൽ അത് വിശുദ്ധമാകണമെന്നില്ല. അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നു, യാതൊരു കുറ്റത്തെക്കുറിച്ച് എനിക്ക് ബോധമില്ല, എങ്കിലും ഞാൻ കുറ്റക്കാരനല്ലെന്നല്ല. പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലായോ? നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ എന്നെ ന്യായവിധിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്കതൊരു വലിയ വിഷയമല്ല. നിങ്ങൾ വിധിക്കേണ്ടതായിരിക്കുന്ന വിഷയത്തിന്മേൽ ഒരു കുറ്റത്തിൻ്റെ ബോധ്യം പോലും എനിക്കില്ല എന്ന് പറഞ്ഞാൽ പൗലോസിന് പറയുവാനുള്ളത് തൻ്റെ ജീവിതത്തിൽ താൻ കുറ്റമില്ലായിട്ട് മാനുഷിക കണ്ണുകളുടെ മുൻപിൽ ഒരു കുറ്റമില്ലാത്തവനാണ് നിൽക്കാം. അതിൻ്റെ അർത്ഥം പൗലോസ് അടുത്ത വാക്യം പറഞ്ഞത് ദൈവത്തിന് മുൻപിൽ ഞാൻ കുറ്റമില്ലാത്തവനല്ലെന്നല്ല. നിങ്ങൾ മനസ്സിലാക്കിയോ? മനുഷ്യൻ്റെ കൺമുൻപിൽ വിശുദ്ധമാണ്, പക്ഷേ ദൈവത്തിന് മുൻപാകെ വിശുദ്ധമല്ല. ദൈവത്തിന് മുൻപാകെ വിശുദ്ധമായിരിക്കണമെന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വിശുദ്ധവചനം പറയുന്നൊരു വേർഡുണ്ട്, ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കുവാൻ സമയമായി. അങ്ങനെയാണെങ്കിൽ സുവിശേഷം അനുസരിക്കാത്തവരുടെ ഗതി എന്താകും എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് എവിടെയാ? സഭയിൽ. എന്താ സഭയുടെ പ്രത്യേകത? ആരാധനയുണ്ട്, പാട്ടുണ്ട്, സ്തോത്രമുണ്ട്, ഹല്ലേലൂയയുണ്ട്, സ്തുതിയുണ്ട്, എല്ലാമുണ്ട്. പക്ഷെങ്കിൽ അതിൻ്റെ അർത്ഥമല്ല അത് പ്രസാദമാകുമെന്ന്. പിന്നീട് എന്താ അത് അർത്ഥമാകുന്നത്? ഇവിടെ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ തൻ്റെ കരങ്ങളിൽ ആ യാഗവുമായിട്ട് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെന്നു. തൻ്റെ നെറ്റിയിൽ വെച്ചിരിക്കുന്ന ഒരു പട്ടം, ആ പട്ടം എന്ത് വെളിപ്പെടുത്തുന്നു? അനുപരീക്ഷിതമായ യേശു ഇപ്രകാരം പറയുന്നുണ്ട്, പിതാവേ, ഇവർ സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഐ സാങ്ക്ടിഫൈ മൈസെൽഫ്. ഇവർ സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് എന്ന് പറഞ്ഞാൽ എന്നെ വിശുദ്ധീകരിക്കപ്പെട്ടവനാക്കേണ്ടതിനോ എൻ്റെ യേശു എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? തന്നെ തന്നെ വിശുദ്ധീകരിച്ചു. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ സാങ്ക്ടിഫിക്കേഷനാണ് എനിക്ക് സാങ്ക്ടിഫിക്കേഷൻ കിട്ടുവാൻ കാരണം. അതുകൊണ്ട് എനിക്ക് എങ്ങനെ നടക്കാമെന്നല്ല, ഞാൻ നടക്കേണ്ടത് ഇതുവഴി തന്നെയാണ്, വ്യവസ്ഥയിൽ കൂടാ. വ്യവസ്ഥ വിട്ട് മാറുവാൻ കാര്യം പറ്റത്തില്ല, വ്യവസ്ഥ വിട്ട് മാറുവാൻ സാധ്യമല്ല. എന്നാലും എൻ്റെ ദൈവത്തിന് മുൻപാകെ വിശുദ്ധീകരിക്കപ്പെടുവാൻ കാരണമായി തീർന്നത് എനിക്ക് വേണ്ടി മറ്റൊരാൾ വിശുദ്ധീകരിക്കപ്പെട്ടു. എനിക്ക് വേണ്ടി മറ്റൊരാൾ എൻ്റെ കുറവുകൾ ഏറ്റെടുത്തു. മഹാപുരോഹിതൻ ദൈവസന്നിധി നിൽക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, തൻ്റെ നെറ്റിയിൽ വെച്ചിരിക്കുന്ന ആയിരിക്കുന്ന ആ നെറ്റിപ്പട്ടം എൻ്റെ കുറവുകളെ പരിഹരിച്ചുകൊണ്ട്
എൻ്റെ സകലവിധമായിരിക്കുന്ന യാഗങ്ങൾ, വഴിപാടുകൾ ദൈവസന്നിധാനത്തിൽ കൊണ്ടുചെല്ലുവാൻ കാലമായിരിക്കുക. ഈ വസ്തുക്കളുടെ കുറവുകൾ അവിടെ കാണുന്നില്ല, വസ്തുക്കളുടെ ബലഹീനത ദൈവം കാണുന്നില്ല. പിന്നെയോ ദൈവം അത് സൗരഭ്യമായിട്ട് ദൈവത്തിന് ഇഷ്ടമുള്ള പ്രസാദമായിട്ട് തീർക്കുക. എല്ലാവരും കണ്ണുകൾ അടച്ചടക്കുക.